ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ISLുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് യോഗങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് എന്നല്ലാതെ പോസിറ്റീവായ കാര്യങ്ങൾ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. നേരത്തെ കല്യാൺ ചൗബെ പറഞ്ഞത് ജനുവരിയിൽ നമുക്ക് ISL തുടങ്ങാൻ സാധിക്കും എന്നുള്ളതായിരുന്നു. പക്ഷെ ആ ഒരു വാഗ്ദാനവും നിറവേറ്റാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഫെബ്രുവരി വരെ എന്തായാലും ISL നടക്കില്ല, അതല്ലെങ്കിൽ തുടങ്ങില്ല എന്ന കാര്യം മാർക്കസ് മെർഗുലാവോ ഇന്നലെ പറഞ്ഞിരുന്നു. ഒഡീഷ FC-യുടെ സ്പാനിഷ് താരമായ കാർലോസ് ഡെൽഗാഡോ എപ്പോഴും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഈ ഒരു പ്രശ്നങ്ങൾക്കെതിരെ നിരന്തരം ശബ്ദിക്കുന്ന വ്യക്തിയാണ് ഡെൽഗാഡോ. ഇന്നലെയും അത്തരത്തിലുള്ള ഒരു ട്വീറ്റ് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ രാജിവെച്ച് പുറത്തു പോകട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഇങ്ങനെയാണ്: ബന്ധപ്പെട്ട അധികാരങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുന്നില്ലെങ്കിൽ അവർ രാജിവെച്ച് പുറത്തു പോവുകയാണ് ചെയ്യേണ്ടത്. പല കുടുംബങ്ങളുടെയും ജീവിതമാർഗം ഇപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ്. ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയം ഇപ്പോൾ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇന്ത്യൻ ഫുട്ബോളിന് വളരെയധികം നാണക്കേട് ഉണ്ടാക്കുന്ന സാഹചര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കാർലോസ് ഡെൽഗാഡോ പറഞ്ഞിട്ടുള്ളത്. ഒഡീഷ FC-യുടെ താരമാണ് ഇദ്ദേഹം, സ്പാനിഷ് താരമാണ്. നേരത്തെ സ്പാനിഷ് മാധ്യമമായ ഡയാരിയോ എസ് ഇക്കാര്യം വാർത്തയാക്കിയിരുന്നു. ഇന്ത്യയിലെ ഈ ഒരു സാഹചര്യങ്ങൾ അവർ വാർത്തയാക്കിയിരുന്നു. അതിന് ഒരു ബൈറ്റ് നൽകിയത് കാർലോസ് ഡെൽഗാഡോ തന്നെയാണ്. ഏതായാലും അധികം വൈകാതെ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.